നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തിൽ മണ്ണിലെ മാലാഖമാരായ എല്ലാ നഴ്സസിനും പ്രവാസി ഓൺലൈനിന്റെ ഹൃദ്യമായ നഴ്സസ് ദിനാശംസകൾ സ്നേഹപൂർവ്വം നേരുകയാണ്. ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമായ മെയ് 12-നാണ് നഴ്സസ് ദിനം ലോകമെമ്പാടും ആചരിക്കുന്നത്. സമൂഹത്തിന് നഴ്സുമാർ നൽകുന്ന സംഭാവനകളെ അനുസ്മരിച്ചാണ് ലോകമെമ്പാടും അന്താരാഷ്ട്ര നഴ്സസ് ദിനം കൊണ്ടാടുന്നത്. ഇനി വാർത്തകളിലേക്ക് കടന്നാൽ, യൂറോപ്പിനെ മുൾമുനയിൽ നിർത്തിയ ഹാൻഡ വൈറസ് ബാധയെ തുടർന്ന് വിനോദസഞ്ചാര കപ്പലിൽ കുടുങ്ങിയ യാത്രക്കാർ സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങി തുടങ്ങി. ജർമ്മനി ഉൾപ്പെടെയുള്ള വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇവരെ അതത് രാജ്യങ്ങളിലെ ആരോഗ്യവകുപ്പ് അധികൃതർ കർശനമായ പരിശോധനകൾക്ക് വിധേയമാക്കി വരികയാണ്. അതേസമയം യാത്രക്കാരെ തിരിച്ചെത്തിക്കുന്നതിനിടയിൽ ഒരു ഫ്രഞ്ചുകാരിക്ക് വിമാനത്തിൽ വെച്ച് രോഗലക്ഷണം പ്രകടമായത് വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. വിമാനയാത്രയ്ക്കിടെ ആരോഗ്യനില വഷളായ ഇവരെ വിമാനത്താവളത്തിൽ ഇറക്കിയ ഉടൻ തന്നെ വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. എന്താണ് ഹാൻഡ വൈറസ് എന്ന് ചോദിച്ചാൽ, പ്രധാനമായി എലി, ചുണ്ടലി തുടങ്ങിയ കരണ്ട് തിന്നുന്ന ജീവികളിൽ നിന്നാണ് ഹാൻഡ വൈറസ് മനുഷ്യരിലേക്ക് പടരുന്നത്. ഇവയുടെ മൂത്രം, വിസർജ്യം, ഉമിനീർ എന്നിവയുമായുള്ള സമ്പർക്കത്തിലൂടെയാണ് വൈറസ് ബാധ ഉണ്ടാകുന്നത്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും വൃക്ക തകരാറിലാക്കുന്ന സാഹചര്യം വരെ സൃഷ്ടിക്കാനും ഈ വൈറസിന് ശേഷിയുണ്ട്. തുടക്കത്തിൽ പനി, പേശിവേദന, ക്ഷീണം എന്നിവയാണ് ലക്ഷണങ്ങളായി കാണപ്പെടുന്നത്. ജർമ്മനിയിലും കർശന ജാഗ്രതയാണ് നൽകിയിരിക്കുന്നത്. ജർമ്മനിയിലെ വിദേശികൾക്കിടയിലെയും അഭയാർത്ഥികൾക്കിടയിലെയും സാമൂഹിക ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരുടെ എണ്ണത്തെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ പുറത്തുവന്നു. ജർമ്മനിയിൽ ബുർഗർ ഗിൽഡ് കൈപ്പറ്റുന്നവരിൽ ഗണ്യമായ ഒരു വിഭാഗം വിദേശ പൗരന്മാരാണ്. ഇതിൽ ഭൂരിഭാഗവും യുദ്ധം കാരണം എത്തിയ അഭയാർത്ഥികളാണ്. സിറിയ, അഫ്ഗാനിസ്ഥാൻ, ഉക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് കൂടുതലും. എന്നാൽ ജർമ്മൻ ഭാഷ കൃത്യമായി അറിയാത്തവർക്ക് ജോലി ലഭിക്കുന്നതിന് വലിയൊരു തടസ്സമാണ് ഇവർക്ക്. കൂടാതെ യോഗ്യത അംഗീകരിക്കലും വിദേശത്ത് നിന്നുള്ള ബിരുദങ്ങളോ തൊഴിൽ പരിചയമോ ജർമ്മനിയിൽ അംഗീകരിച്ചു കിട്ടാനുള്ള താമസവും മറ്റൊരു കാരണമാണ്. അത് മാത്രമല്ല, ജോലി ചെയ്യാനുള്ള അനുമതി, അതായത് അഭയാർത്ഥികളെ എത്തുന്നവർക്ക് ആദ്യ മാസങ്ങളിൽ ജോലി ചെയ്യാൻ നിയമപരമായ അനുമതി നൽകുന്നില്ല എന്നതാണ്. എന്നാൽ എല്ലാ വിദേശികളും സഹായം കൈപ്പറ്റുന്നവരല്ല. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള പലരും ജർമ്മനിയിൽ ജോലി ചെയ്യാനാണ് വരുന്നതെങ്കിലും അവർ ഇത്തരം ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നില്ല എന്നും കണക്കുകൾ പറയുന്നുണ്ട്. അഭയാർത്ഥി പശ്ചാത്തലമുള്ളവരിൽ ജോലിയില്ലാത്തവരുടെ നിരക്കും കൂടുതലാണ്. ജർമ്മനിയിൽ ഇത് വലിയൊരു രാഷ്ട്രീയ ചർച്ചാ വിഷയമാണ്. നികുതിപ്പണം അമിതമായി ഇതിനായി ചെലവഴിക്കുന്നു എന്നൊരു വാദമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ആളുകളെ തൊഴിൽ വിപണിയിലേക്ക് എത്തിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും കാര്യമായി നേട്ടമൊന്നും ഉണ്ടാക്കുന്നില്ല. പുതിയ കണക്കുകൾ കാണിക്കുന്ന ജർമ്മനിയിലെ സാമൂഹിക സുരക്ഷാ സംവിധാനത്തിന്മേലുള്ള വലിയൊരു സാമ്പത്തിക ഭാരമാണ്. എന്നാൽ ഇതിനു മുന്നിൽ മറ്റു പല നിയമപരമായ സങ്കീർണതകളും ഉണ്ട്. ജർമ്മനിയിൽ ബുർഗർ ഗിൽഡ് കൈപ്പറ്റുന്നവരിൽ ഏകദേശം 45% മുതൽ 50% വരെയുള്ളവരും വിദേശ പൗരന്മാരാണ്. എന്നാൽ ജർമ്മനിയിലെ അഭയാർത്ഥികളിൽ പകുതിയോളം പേർ, അതായത് 54% പേർ 5 മുതൽ 6 വർഷത്തിനുള്ളിൽ ജോലി കണ്ടെത്തുകയും ചെയ്യുന്നതായും റിപ്പോർട്ട് പറയുന്നു. നിലവിൽ ഉക്രൈൻ, സിറിയ, അഫ്ഗാനിസ്ഥാൻ, ഇറാഖ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് കൂടുതലും സാമൂഹിക സഹായം കൈപ്പറ്റുന്ന വിദേശികൾ. ജർമ്മനിയുടെ സാമ്പത്തിക തകർച്ചയിൽ മാറ്റം വരുമെന്ന വലിയ പ്രതീക്ഷയോടെ അധികാരമേറ്റ ചാൻസലർ ഫ്രീഡറിഷ് മെർസിനും സർക്കാരിനുമെതിരെ രൂക്ഷമായ വിമർശനവുമായി വ്യവസായ മേഖല. ഒരു വർഷം മുമ്പ് അധികാരമേൽക്കുമ്പോൾ നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും പാലിക്കപ്പെട്ടില്ലെന്നും ജർമ്മൻ സമ്പദ് വ്യവസ്ഥ വെന്റിലേറ്ററിലാണെന്നും ബിസിനസ് അസോസിയേഷനുകൾ കുറ്റപ്പെടുത്തുന്നു. 2025 മെയ് മാസത്തിൽ അധികാരമേൽക്കുമ്പോൾ സാമ്പത്തിക വിപ്ലവം ആയിരുന്നു മെർസിന്റെ പ്രധാന വാഗ്ദാനം. പ്രമുഖ നിക്ഷേപ കമ്പനിയായ ബ്ലാക്ക് റോക്കിന്റെ മുൻ മേധാവി എന്ന നിലയിൽ മെർസ് ജർമ്മനിയെ രക്ഷിക്കുമെന്ന് വ്യവസായികൾ വിശ്വസിച്ചു. കൂടുതൽ മുതലാളിത്തം എന്ന നയം നടപ്പിലാക്കുമെന്നും 4 ദിവസത്തെ പ്രവൃത്തി ദിനത്തിന് പകരം കഠിനാധ്വാനത്തിന് മുൻഗണന നൽകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഒരു വർഷം പിന്നിടുമ്പോൾ വ്യവസായ ലോകത്ത് ആവേശം നിരാശയ്ക്ക് വഴി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ പാപ്പരത്വങ്ങൾക്കാണ് ജർമ്മനി ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ജർമ്മനി ഒരു വ്യവസായ കേന്ദ്രം എന്ന നിലയിൽ നിലനിൽപ്പിന് ഭീഷണി നേരിടുന്നുണ്ടെന്നാണ് ഫെഡറേഷൻ ഓഫ് ജർമ്മൻ
ഇൻഡസ്ട്രീസ് അതായത് BDI മുന്നറിയിപ്പ് നൽകുന്നത്. സങ്കീർണമായ ചട്ടങ്ങളും അമിതമായ ചെലവുകളും കാരണം നിക്ഷേപകർ ജർമ്മനിയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയാണ്. കോവിഡ് കാലത്തേക്കാൾ മോശമായ അവസ്ഥയാണ് ജർമ്മൻ സമ്പദ് വ്യവസ്ഥയ്ക്കുള്ളതെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ നിലവിലെ പ്രതിസന്ധികളും ഇറാനിലെ യുദ്ധ സാഹചര്യങ്ങളും ജർമ്മനിയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം കാരണം എണ്ണവില കുതിച്ചുയരുകയും വിതരണ ശൃംഖല തകരുകയും ചെയ്തു. വിമാന ഇന്ധനത്തിന് പോലും ദൗർലഭ്യം നേരിടുന്ന സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. ബെർലിനിൽ നടന്ന ഇക്കണോമിക് ഡേയിൽ തണുപ്പൻ പ്രതികരണമാണ് മെർസിന് ലഭിച്ചത്. രാജ്യം നേരിടുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണെന്ന് അദ്ദേഹം സമ്മതിച്ചു. പതിറ്റാണ്ടുകളായി കെട്ടിക്കിടക്കുന്ന പ്രശ്നങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് പരിഹരിക്കാനാവില്ലെന്നും കൂട്ടുകക്ഷി സർക്കാരിലെ ആശയപരമായ ഭിന്നതകളും പരിഷ്കാരങ്ങളെ സാവധാനത്തിലാക്കുന്നുവെന്നും മെർസ് വിശദീകരിച്ചു. അതേസമയം ജർമ്മനിയിലെ സാമ്പത്തിക മാന്ദ്യം ഇവിടുത്തെ മലയാളി ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹത്തെയും ആശങ്കയിൽ ആഴ്ത്തുന്നുണ്ട്. തൊഴിൽ വിപണിയിലെ തളർച്ച പുതിയ വീസ നടപടികളെയും തൊഴിൽ സുരക്ഷയെയും ബാധിക്കുന്നുണ്ട്. രാജ്യത്ത് തൊഴിലുണ്ടെങ്കിലും ഒട്ടനവധി തസ്തികൾ നികത്തപ്പെടാതെ കിടപ്പുണ്ടെങ്കിലും മിക്ക കമ്പനികളും ചെലവ് ചുരുക്കൽ നടപടികൾ സ്വീകരിക്കുന്നത് മൂലം കൂടുതലായി ജോലിക്കാരെ നിയമിക്കുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. കേരളത്തിൽ നിന്ന് ഓപ്പർച്യൂണിറ്റി കാർഡ് വീസ വഴി ജർമ്മനിയിലെത്തിയ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ജോലി കിട്ടാതെ വലയുകയാണ്. ഇവരിൽ മിക്കവാറും വിവിധ മേഖലകളിൽ വിദഗ്ധരാണ്. എങ്കിലും മതിയായ ജർമ്മൻ ഭാഷ ഇല്ലാത്തതിന്റെ പേരിൽ പിന്തള്ളപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ബ്രാൻഡംബുർഗ് സംസ്ഥാനത്തെ സൈഡനിക് നഗരത്തിൽ തീവ്ര വലതുപക്ഷ പാർട്ടിയായ AfD മേയർ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. ബ്രാൻഡംബുർഗിൽ ആദ്യമായിട്ടാണ് AfD മേയർ അധികാരത്തിൽ എത്തുന്നത്. ബെർലിനിൽ സമീപമുള്ള സൈഡനിക് എന്ന ചെറുനഗരത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ AfD സ്ഥാനാർത്ഥി റെനെ സ്റ്റാഡ്കെവിറ്റ്സ് 58.4% വോട്ട് നേടിയാണ് ഉജ്ജ്വല വിജയം കൈവരിച്ചത്. ബെർലിൻ സ്വദേശിയായ സ്റ്റാഡ്കെവിറ്റ്സ് ഒരു വർഷം മുമ്പാണ് സൈഡനിലേക്ക് താമസം മാറിയത്. മുൻപ് CDU അംഗമായിരുന്നു ഇദ്ദേഹം. പിന്നീട് പാർട്ടി വിടുകയും ദി ഫ്രൈഹൈറ്റ് എന്ന വലതുപക്ഷ പാർട്ടി സ്ഥാപിക്കുകയും ചെയ്തു. 2024 ഇദ്ദേഹം AfDയിൽ ചേരുന്നത്. മുസ്ലിം വിരുദ്ധ നിലപാടുകൾക്കും കുടിയേറ്റ വിരുദ്ധ രാഷ്ട്രീയത്തിനും പേരുകേട്ട വ്യക്തിയാണ് ഇദ്ദേഹം. കഴിഞ്ഞ 5 വർഷത്തിനിടെ 3 മേയർമാരെ മാറ്റേണ്ടി വന്ന സൈഡനിക് നഗരം ഭരണപരമായ സാഹചര്യങ്ങൾക്കിടയിലാണ് പുതിയ രാഷ്ട്രീയ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ ഉജ്ജ്വല വിജയത്തിന്റെ ആവേശം യൂറോപ്പിലാകെ അലയടിച്ചു. UDF യൂറോപ്പിന്റെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച ഓൺലൈനിലാണ് തെരഞ്ഞെടുപ്പ് വിജയാഘോഷം സംഘടിപ്പിച്ചത്. യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നായി നൂറുകണക്കിന് UDF പ്രവർത്തകരും ജനാധിപത്യ സ്നേഹികളും പരിപാടിയിൽ പങ്കെടുത്തു. ഇന്ത്യൻ സമയം രാത്രി 9:30 പരിപാടി ആരംഭിച്ചത്. UDF നേതാക്കൾ ഒട്ടനവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. UDF യൂറോപ്പ് ചെയർമാൻ സിറോസ് ജോർജ് അധ്യക്ഷത വഹിച്ചു. കൺവീനർ സണ്ണി ജോസഫ് സ്വാഗതം ആശംസിച്ചു. കോർഡിനേറ്റർ റോമി കുര്യാക്കോസ് നന്ദിയും പറഞ്ഞു. UDF യൂറോപ്പ് വൈസ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് അലി കുനാരി, ജോയിന്റ് കൺവീനർ ടോമി തൊണ്ടാങ്കുഴി എന്നിവർ ഏകോപനം ഒരുക്കി. ഇനി പറയുന്ന കാര്യങ്ങൾ കൃത്യമായും മനസ്സിലാക്കിയാൽ സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാനാകും. അത് മറ്റൊന്നുമല്ല, മലയാളികൾക്കിടയിൽ എപ്പോഴും കാണപ്പെടുന്ന ഒരു കാര്യമാണ് സ്വർണഭ്രമം. നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും സ്വർണം ധരിച്ചു നടക്കുക എന്നത് വലിയ ഒരു താല്പര്യമുള്ള കാര്യമാണ്. എന്നാൽ യാത്രക്കിടയിൽ അല്ലെങ്കിൽ നാട്ടിൽ പോയിട്ട് തിരികെ വരുമ്പോൾ സ്വർണം ധരിച്ചുകൊണ്ടുവരുന്നതും കയ്യിൽ സൂക്ഷിക്കുന്നതും സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകും എന്നുള്ള ഒരു കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. മിക്കപ്പോഴും ഇക്കാര്യങ്ങൾ ഞങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. എങ്കിലും ചില സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഞങ്ങൾ ഇക്കാര്യങ്ങൾ പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം നാട്ടിൽ നിന്നും ജർമ്മനിയിലെത്തിയ, അതായത് ഫ്രാങ്ക്ഫർട്ട് വിമാനത്താവളത്തിൽ വിമാനമിറങ്ങിയ മലയാളിയുടെ പക്കൽ നിന്നും സ്വർണം കസ്റ്റംസ് അധികൃതർ കണ്ടെത്തിയതിനെ തുടർന്ന് കനത്ത പിഴയാണ് നൽകേണ്ടി വന്നത്. നമ്മൾ ധരിക്കുന്ന സ്വർണം പുതിയതായാലും പഴയതായാലും ഇവരുടെ നോട്ടത്തിൽ അത് ടാക്സ് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അളവിൽ കവിഞ്ഞുള്ളതാണെങ്കിലും ഇവരുടെ പരിശോധനയിൽ, അതായത് ജർമ്മൻ കസ്റ്റംസിന്റെ പരിശോധനയിൽ പിടിക്കപ്പെട്ടാൽ പിഴ നൽകേണ്ടി വരുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഫ്രാങ്ക്ഫർട്ടിലാണ് എപ്പോഴും ഇത്തരം കാര്യങ്ങൾ കൂടുതലായി പരിശോധിക്കപ്പെടുന്നത്. ഞങ്ങൾക്ക് കിട്ടിയ വിവരമനുസരിച്ച് നാട്ടിൽ നിന്നും വിവാഹം കഴിഞ്ഞ് ഫാമിലി റീയൂണിയൻ വിസയിൽ എത്തിയ ഒരു യുവാവിനാണ് ഇത്തരത്തിൽ പിഴയടക്കേണ്ടി വന്ന സംഭവം. ഫ്രാങ്ക്ഫർട്ടിൽ ഇറങ്ങി പരിശോധനയ്ക്കിടയിൽ ഇമിഗ്രേഷൻ ഓഫീസർ സ്വർണം കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് പിഴയടയ്ക്കാൻ ആവശ്യപ്പെട്ടു. എങ്കിലും മതിയായ തുക കയ്യിൽ ഇല്ലായിരുന്നതിനാൽ പാസ്പോർട്ടിന്റെ പകർപ്പ് നൽകി അധികാരികൾ യുവാവിനെ പറഞ്ഞു വിട്ടെങ്കിലും ഇക്കാര്യത്തിൽ ഫ്രാങ്ക്ഫർട്ട് ഇമിഗ്രേഷൻ അധികാരികളുടെ കത്ത് കിട്ടുന്നതനുസരിച്ച് പിഴയടയ്ക്കണമെന്നാണ് നിർദ്ദേശം നൽകിയത്. ഏതായാലും ദിവസങ്ങൾക്ക് ശേഷം അധികാരികളുടെ കത്ത് ലഭിച്ചതിനെ തുടർന്ന് അധികാരികൾ നിർദ്ദേശിച്ച പിഴയടക്കേണ്ടി വന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് നാട്ടിൽ നിന്നും എത്തുന്നവർ
ഒരു കാര്യം ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും. സ്വർണം പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും നമ്മൾ സ്വർണം വാങ്ങിയതിന്റെ രസീത് നമ്മുടെ പക്കൽ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. നമ്മൾ നാട്ടിൽ ഇത് ടാക്സ് കൊടുത്താണ് വാങ്ങിയെന്നുള്ള കാര്യം അറിയിക്കാനാണ് ഇത് നമ്മൾ കൈവശം വെക്കണമെന്ന് പറയുന്നത്. മുൻപും ഇത്തരത്തിലുള്ള പരിശോധനകൾ ഉണ്ടായിരുന്നെങ്കിലും അധികം പിഴ അടയ്ക്കേണ്ടി വന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ പിടിക്കപ്പെട്ടാൽ കനത്ത പിഴയാണ് ഇവർ ഇടുന്നത്. അതുകൊണ്ട് തന്നെ ദയവായി നിങ്ങൾ ഇക്കാര്യം ശ്രദ്ധിക്കുക. നാട്ടിൽ പോയി വരുന്നവർ, പ്രത്യേകിച്ച് ഇവിടെ പുതുതായി എത്തിയ യുവാക്കളും യുവതികളും ഒക്കെ ചിലപ്പോൾ നാട്ടിൽ വിവാഹത്തിനായി പോയി കഴിഞ്ഞിട്ട് തിരികെ എത്തുമ്പോൾ വിവാഹത്തിന് വീട്ടുകാർ നൽകുന്ന സ്വർണം അതേപടി ഇവിടേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഇത്തരത്തിലുള്ളവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാനാകും. സ്വർണം വാങ്ങിയതിന്റെ തെളിവായി സ്വർണ്ണക്കടക്കാർക്ക് നൽകുന്ന ബില്ല് നമ്മളുടെ പക്കൽ ഉണ്ടായിരിക്കണം. ബില്ല് കാണിച്ചു കഴിയുമ്പോൾ നമ്മൾ, അല്ലെങ്കിൽ ഇത്തരക്കാർ ഇന്ത്യയിൽ ഇതിന്റെ ടാക്സ് നൽകിയ ശേഷം ആണ് ഇത് വാങ്ങിയത് എന്നുള്ള തെളിവ് നമുക്ക് ബോധിപ്പിക്കാനാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാനാകും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ 600 കിലോമീറ്റർ ദൂരം തളരാതെ ഓടിത്തീർത്ത് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ് ബെർലിൻ സ്വദേശിയായ കായിക താരം അർദ സാച്ചി. അതിമാനുഷികമായി നേട്ടം കൈവരിച്ചതോടെ എൻഡൂറൻസ് സ്പോർട്സ് ആരാധകർക്കിടയിൽ ഒരു തരംഗമായി മാറിയിരിക്കുകയാണ് ഈ 29-കാരൻ. 96 മണിക്കൂർ ലക്ഷ്യമിട്ടത് 123 മണിക്കൂർ പോരാട്ടം നടത്തിയാണ് പൂർത്തീകരിച്ചത്. മരണത്താഴ്വര എന്നറിയപ്പെടുന്ന കാലിഫോർണിയയിലെ ബാഡ് വാട്ടറിൽ നിന്നാണ് അർദ തന്റെ ഓട്ടം ആരംഭിച്ചത്. വെറും 96 മണിക്കൂർ കൊണ്ട് 600 കിലോമീറ്റർ പൂർത്തിയാക്കുക എന്നതായിരുന്നു ലക്ഷ്യമെങ്കിലും കടുത്ത ചൂടും ഉറക്കമില്ലായ്മയും വെല്ലുവിളിയായി. ഒടുവിൽ 123 മണിക്കൂറും 21 മിനിറ്റും കൊണ്ട് ലോസ് ആഞ്ചൽസിലെ സാന്താ മോണിക്ക പിയറിൽ ആർദ ഓടിയെത്തി. 14 മാരത്തോണുകൾ അടുപ്പിച്ചു ഓടുന്നതിന് തുല്യമായിരുന്നു ഈ ദൂരം. മണലാരണ്യത്തിലെ അതിജീവനത്തിന്റെ പോരാട്ടമാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. കടൽ നിരപ്പിന് താഴെയുള്ള ബാഡ് വാട്ടറിൽ നിന്ന് ആരംഭിച്ച 6000 മീറ്റർ ഉയരത്തിലുള്ള മലനിരകൾ താണ്ടിയാണ് അർദ തന്റെ ലക്ഷ്യസ്ഥാനത്തിൽ എത്തിയത്. കടുത്ത പേശിവേദനയും ചൂടും അവഗണിച്ച് നടത്തിയ ഓട്ടം റെഡ് ബുൾ തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഈ സൈബോർഗ് സീസൺ ഓൺലൈനിലൂടെ കണ്ടത്. ഫിനിഷിംഗ് പോയിന്റിൽ തന്നെ കാത്തുനിന്ന അമ്മയോടൊപ്പം ഐസ്ക്രീം കഴിച്ചാണ് ഈ മിന്നും താരം വിജയം ആഘോഷിച്ചത്. 1997 ബെർലിനിൽ ജനിച്ച അർദയുടെ മാതാപിതാക്കൾ തുർക്കി വംശജരാണ്. ബെർലിനിലെ ഷാർലറ്റൻബർഗിലും ലിഷർഫെൽഡിലുമായി വളർന്ന അർദയ്ക്ക് ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ താരം ആകാനായിരുന്നു ആഗ്രഹം. എന്നാൽ കരിയറിൽ മാറ്റം വന്നതോടെ അരങ്ങേറ്റം കഠിനമായ ഓട്ട മത്സരത്തിലേക്ക് ശ്രദ്ധ തിരിക്കുകയായിരുന്നു. മുൻപും ലോക റെക്കോർഡുകൾ നേടി ഞെട്ടിച്ച വ്യക്തിയാണ് അർദ. കഴിഞ്ഞ വർഷം ജപ്പാന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 3028 കിലോമീറ്റർ വെറും 43 ദിവസം കൊണ്ട് ഓടിത്തീർത്തു. 2 വർഷം മുമ്പ് ബെർലിനിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് 3000 കിലോമീറ്റർ ഓടാനുള്ള ശ്രമം പരിക്ക് മൂലം പകുതിയിൽ വെച്ച് നിർത്തിവെക്കേണ്ടി വന്നു. യൂറോപ്പിലെ ആദ്യ റോബോ ടാക്സി സർവീസ് ക്രൊയേഷ്യയിൽ ആരംഭിച്ചു. വെറും 1.99 യൂറോയാണ് യാത്രയ്ക്ക് നൽകേണ്ടത്. സ്വയം നിയന്ത്രിത വാഹന വിപ്ലവത്തിന് തുടക്കമിട്ടാണ് യൂറോപ്പിലെ ആദ്യത്തെ റോബോട്ട് ടാക്സി സേവനം ക്രൊയേഷ്യയിൽ പ്രവർത്തനം ആരംഭിച്ചത്. ക്രൊയേഷ്യൻ തലസ്ഥാനമായ സാഗ്രബിലാണ് വെർണെ എന്ന സ്റ്റാർട്ടപ്പ് ഈ നൂതന പദ്ധതിക്ക് തുടക്കമിട്ടത്. കേവലം 1.99 യൂറോ എന്ന കുറഞ്ഞ നിരക്കിലാണ് തുടക്കത്തിൽ യാത്രക്കാർക്ക് ഈ സേവനം ലഭ്യമാകുന്നത്. പ്രശസ്ത ഇലക്ട്രിക് സൂപ്പർ കാർ നിർമ്മാതാക്കളായ മാറ്റെ റിമാക്കിന്റെ പിന്തുണയോടെയാണ് വെർണെ പ്രവർത്തിക്കുന്നത്. സാഗ്രബ് നഗരത്തിലെ ഏകദേശം 90 ചതുരശ്ര കിലോമീറ്റർ പരിധിയിലാണ് നിലവിൽ ഈ ടാക്സികൾ ഓടുന്നത്. നഗരത്തിലെ പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളും ഈ പരിധിയിൽ ഉൾപ്പെടുന്നുണ്ട്. വെർണെ ആപ്പ് വഴി നിലവിൽ ബുക്കിംഗ് നടത്താം. ഏതാനും മാസങ്ങൾക്കുള്ളിൽ പ്രമുഖ ടാക്സി പ്ലാറ്റ്ഫോമായ യൂബർ വഴിയും ഈ സേവനം ലഭ്യമാകും. അമേരിക്കയിലും ചൈനയിലും നിലവിൽ ഇത്തരം റോബോ ടാക്സികൾ വ്യാപകമാണെങ്കിലും യൂറോപ്പിൽ ഇത് ആദ്യമായാണ് ആൽഫബറ്റിന്റെ ഉടമസ്ഥതയിലുള്ള വേമോ ലണ്ടനിൽ സർവീസ് തുടങ്ങാനിരിക്കെയാണ് വെർണെ ഈ നേട്ടം കൈവരിച്ചത്. കോതമംഗലത്ത് പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ട് മരിച്ച സംഭവത്തിൽ UK മലയാളി ദമ്പതികളുടെ മകനും ഉൾപ്പെടുന്നു. UK മലയാളിയായ കോട്ടയം ചങ്ങനാശ്ശേരി മടുക്കുമൂട് പ്ലാമൂട്ടിൽ ബിജുവിന്റെയും ഡാലിയയുടെയും മൂത്ത മകൻ ബിയോൺ ബിജുവിൻ എന്ന 21-കാരനാണ് മരിച്ചത്. 10 വർഷത്തിലേറെയായി മാതാപിതാക്കളും സഹോദരങ്ങളും UK കോൾചെസ്റ്ററിൽ താമസിക്കുന്നുണ്ട്. BDS വിദ്യാർത്ഥിയായിരുന്നു ബിയോൺ. UK പ്രഭാത സവാരിക്ക് ഇറങ്ങിയ മലയാളി കുഴഞ്ഞു വീണ് മരിച്ചു. ലണ്ടനിൽ ഹാറോവിൽ കുടുംബമായി താമസിച്ചിരുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് ജോർജി ആംബ്രയിൽ മാത്യു ആണ് മരിച്ചത്. 47 വയസ്സായിരുന്നു. ആലപ്പുഴ തലവടി സ്വദേശിയാണ്. ഭാര്യയും ഒരു മകളുമുണ്ട്.
UK ഡെർബിയിൽ നിന്നും പാരീസിലേക്ക് സുഹൃത്തുക്കൾക്കൊപ്പം വിനോദയാത്രയ്ക്ക് പോയ സംഘത്തിലെ മലയാളി ഹൃദയാഘാതത്തെ തുടർന്ന് പാരീസിൽ മരിച്ചു. എറണാകുളം അങ്കമാലി സ്വദേശി ജീസ് ജോസ് എന്ന 49-കാരനാണ് മരിച്ചത്. 6 പേരടങ്ങുന്ന സംഘം സ്വകാര്യവാനിൽ യാത്ര തിരിച്ച് പാരീസിലെത്തി. ജീസിന് വെള്ളിയാഴ്ച രാത്രി നെഞ്ചുവേദനയും അസ്വസ്ഥതയും അനുഭവപ്പെടുകയും മരണത്തിന് കീഴടങ്ങുകയുമായി. മൃതദേഹം പാരീസിലെ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഭാര്യ ജോയ്സി, 2 മക്കളുണ്ട്. അങ്കമാലി കിടങ്ങൂർ കുന്നപ്പള്ളി കുടുംബാംഗമാണ് പരേതൻ. 5 വർഷം മുമ്പാണ് ജീസ് കുടുംബസമേതം UK എത്തിയത്. ലെസ്റ്ററിലെ ആശുപത്രിയിൽ ഫെസിലിറ്റേറ്റർ അസിസ്റ്റന്റ് ആയിരുന്നു. മൃതദേഹം തിരികെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് കുടുംബവും സുഹൃത്തുക്കളും. ഇതിനായി പാരീസിലെ മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് വികാസ്, മറ്റ് സുഹൃത്തുക്കൾ എന്നിവർക്കൊപ്പം പ്രവാസി ഓൺലൈനും ബന്ധപ്പെട്ടിരുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.